ഞാൻ വഹീദ. വൈക്കത്തപ്പൻ്റെയും വൈക്കത്തഷ്ടമിയുടെയും നാട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഇപ്പോൾ കാക്കനാടാണ് സ്ഥിരതാമസം. കഴിഞ്ഞ വർഷം ഞാനും എൻ്റെ ഭർത്താവ് ബഷീറും ചേർന്ന് ഒരു മാസം നീണ്ടു നിന്ന ഒരു തുർക്കി യാത്ര നടത്തിയിരുന്നു. അതിൻ്റെ വിശേഷങ്ങളും ഓർമ്മകളും രസങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. യാത്ര പോകുന്നത് ടർക്കിയിലേക്കാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു, എന്താണ് ടർക്കിയിലേക്ക് എന്തിനാണ് പോകുന്നതെന്ന്. അങ്ങോട്ട് പോകുന്നതിന് പ്രധാനമായിട്ടൊരു കാരണം സഞ്ചാരത്തിൽ ടർക്കി സീരീസ് കണ്ടതിന് ശേഷമാണ്. അന്ന് കപ്പഡോക്കിയയിലെ ഗുഹാവീടുകളും അതൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ അതിശയിച്ചു, ഇതൊക്കെ എങ്ങനെയാണ്, അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ, നമുക്കൊക്കെ അങ്ങനെ ടർക്കി ഏതോ സ്ഥലത്ത് കിടക്കുന്ന ഒരു രാജ്യമാണെന്നൊക്കെ അന്ന് തോന്നിയിരുന്നു. പിന്നെ 2019 എൻ്റെ ഭർത്താവ്, അദ്ദേഹം ഒരു ജേർണലിസ്റ്റാണ്, ബഷീർ, ഞാൻ ബച്ചു എന്നാണ് വിളിക്കുക. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബച്ചു എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. അപ്പോൾ അദ്ദേഹം ഒരു UN കോൺഫറൻസിന് വേണ്ടിയിട്ട് അങ്കാറ, കപ്പഡോക്കിയ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് വീഡിയോയും ഇതൊക്കെ കണ്ടു. അപ്പോൾ ശരിക്കും ടർക്കി കാണണമെന്ന് നല്ലൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു, എന്നാൽ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ യാത്ര ഉണ്ടായത്. അപ്പോൾ യാത്ര പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ചധികം ദിവസം എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഇഷ്ടം പോലെ കണ്ടുവരണം എന്നുള്ള ഒരു ഇതിൽ നമ്മൾ ഒറ്റയ്ക്ക് പോകാം, ഒരു ടൂർ ഓപ്പറേറ്ററുടെ കൂടെ അങ്ങനെ ഒരു പാക്കേജ് ടൂർ പോകണ്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെ തയ്യാറെടുത്ത് വന്ന സമയത്താണ് കോവിഡും ലോക്ക്ഡൗണും ഒക്കെ വന്നത്. പിന്നെ ആ യാത്ര ഒരു 2 വർഷം പിന്നെ നീണ്ടുപോയി. അങ്ങനെ 2022 ഈ പ്ലാൻ ചെയ്ത ടർക്കി യാത്ര സംഭവിച്ചത്. യാത്ര പ്ലാൻ ചെയ്തത് കൊച്ചി, കുവൈറ്റ് വഴി ഇസ്താംബൂളാണ്. അപ്പോൾ ഇസ്താംബൂളിലേക്കാണ് ആദ്യം പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇസ്താംബൂളിൽ ചെന്ന് ഇറങ്ങുന്നത് ഒരു വൈകുന്നേരം സമയമായിരുന്നു. അപ്പോൾ നമ്മൾ യാത്ര പോകുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നത് കൊണ്ട് തന്നെ ആദ്യത്തെ ഒരു ദിവസത്തേക്ക് സ്റ്റേ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2-3 ദിവസത്തേക്ക് എയർബിഎൻബിയുടെ ഒരു അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണർ തന്നെ ഞങ്ങൾക്കൊരു ടാക്സി ഏർപ്പാട് ചെയ്ത് തന്നിരുന്നു. അപ്പോൾ നിങ്ങൾ എയർപോർട്ടിൽ വന്ന ഒരു പ്രത്യേക ഒരു തൂണുണ്ട്, ആ തൂണിൻ്റെ അവിടെ വന്ന് എന്നിട്ടൊരു ഫോട്ടോ വാട്സപ്പിൽ അയച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ആ തൂണിൻ്റെ നമ്പർ നോക്കി അവിടെ തന്നെ ചെന്നു. അതേപോലെ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അയാൾ ഞങ്ങളെ ഒരു ടാക്സിയിൽ, അയാളുടെ വണ്ടിയിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അന്ന് ഒരു ഉച്ചതിരിഞ്ഞ സമയമാണ്, ഞായറാഴ്ചയാണ്. ഭയങ്കര ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം, ചെറുതായിട്ട് മഴ ചാർന്നു. അങ്ങനത്തെ ഒരു സമയത്താണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ബോസ്ഫറസിൻ്റെ കരയിൽ തന്നെയാണ്. വലിയൊരു ഇറക്കമാണ് അവിടെ. ഈ വലിയ കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും, അങ്ങനെ ഒരു ഇറക്കത്തിൻ്റെ ഒരു ചെരുവിലാണ് ഈ ഫ്ലാറ്റ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ കുറേ കെട്ടിടങ്ങളുണ്ട്, ആൾക്കാരെ ഒന്നും അധികം കാണുന്നില്ല. അപ്പോൾ ഈ ടാക്സി ചെന്ന് നിന്നു. അപ്പോൾ നമ്മൾ ഈ ഫ്ലാറ്റിൻ്റെ ഒരു കെയർ ടേക്കർ ഉണ്ട്, അയാളുടെ പേര് യാവൂസ് എന്നാണ്. അപ്പോൾ അയാളെ ടാക്സിക്കാരൻ തന്നെ വിളിച്ചു വരുത്തി. അദ്ദേഹം ഈ ഇഷ്ടംപോലെ വിദേശികളൊക്കെ വരുന്ന അപ്പാർട്ട്മെൻറ്റ് സ്ഥലമാണല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഭംഗിയായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ ട്രാൻസ്ലേറ്റിൽ കൂടെ ഇതൊക്കെ പറഞ്ഞു തന്നു. ഈ ഒരു ബിൽഡിങ്ങിൽ നമ്മളിങ്ങനത്തെ ഫ്ലാറ്റുകളൊക്കെ എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു ഹോട്ടൽ പോലുള്ള സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല. അതായത് ഒരു കൗണ്ടറിൽ ഒരാളോ ഹെൽപ്പിന് വിളിക്കാൻ ഒരാളോ ഒന്നുമില്ല. അപ്പോൾ യാവൂസ് വന്നു, ഞങ്ങളെ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ കൂടെ ഇങ്ങനെ നമ്പർ തുറന്ന് ഇങ്ങനെ കയറണം എന്ന് പറഞ്ഞു. അതൊക്കെ കാണിച്ചു തന്നു. മൂപ്പര് പെട്ടിയൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ റൂമിൽ വന്നു കഴിഞ്ഞ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൂം, നല്ല ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്. നമുക്ക് ചെറിയൊരു കിച്ചണറ്റ് ഉണ്ട്, ഒരു ബാത്റൂം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ദിവസം കഴിഞ്ഞു. പിന്നെ ഇസ്താംബൂളിൽ നമ്മൾ കുറേ മോണ്യുമെൻറ്റ്സ് ആണ് അവിടെ കൂടുതൽ കാണാനുള്ളത്. അപ്പോൾ അവിടെ ഏത് സിറ്റിയിൽ പോയാലും, ഇസ്താംബൂളിലായാലും ഇസ്മീറിലായാലും, നിങ്ങൾ ഏത് സിറ്റിയിൽ പോയാലും അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഒരു കാർഡ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ബോട്ടിൽ, ബസ്സിൽ, മെട്രോയിൽ ഒക്കെ പോകാം. പിന്നെ ഈവൻ ടോയ്ലറ്റ്, പെയ്ഡ് ടോയ്ലറ്റ് ഉള്ള സ്ഥലത്ത് നിങ്ങൾക്ക് അത് സ്വൈപ്പ് ചെയ്തിട്ട് ടോയ്ലറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ആ കാർഡൊക്കെ നമ്മൾ എടുത്തു. അതൊക്കെ എല്ലാം ഒരു ടാസ്ക്കാണ്. എല്ലാ കാര്യത്തിനും നമ്മൾ ഈ ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട്. അപ്പോൾ ഈ വെൻഡിങ് മെഷീനിലാണ് നമ്മൾ കാർഡൊക്കെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക്
ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്തിട്ട് ഫോട്ടോ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിലെ മെസ്സേജ് എല്ലാ സ്ഥലത്തും ടർക്കിഷ് മാത്രമേ ഉള്ളൂ, എങ്ങും ഇംഗ്ലീഷ് എഴുതിയിട്ടില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അതിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ട്രാവൽ കാർഡ് എടുത്തു. അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഞങ്ങൾ ആ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് ഒരു കാർഡ് എടുത്തിട്ട് നമ്മൾ 2 പേർക്കും 2 പ്രാവശ്യം സ്വൈപ്പ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ നമുക്ക് എന്താ ബ്ലൂ മോസ്ക് എന്നാണ് നമ്മൾ പോകുമ്പോൾ തന്നെ ബ്ലൂ മോസ്ക്, ഹയാ സോഫിയ, ഇത് 2 സംഭവങ്ങളാണ് മെയിൻ ആദ്യം കാണണം എന്ന് തോന്നിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബ്ലൂ മോസ്ക് എന്ന് ചോദിച്ചിട്ട് ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നു. അപ്പോൾ നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ പേര് ഒമർ ഖയാം എന്നാണ്. നമ്മുടെ ഒമർ ഖയാമിൻ്റെ പേരിലാണ് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പിന്നെ നമ്മൾ വൈറ്റില ഹബ്ബ് എന്നൊക്കെ പറയില്ലേ കൊച്ചിയിൽ എന്ന് പറഞ്ഞ മാതിരി എല്ലാ വണ്ടികളും ഒക്കെ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് ബോസ്ഫറസിൻ്റെ കരയിലാണ്. എമിനോനു എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് എത്തുന്നത്. എമിനോനു നിന്ന് ബ്ലൂ മോസ്കിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത്, അത് ബ്ലൂ മോസ്ക് എന്നൊക്കെ ചോദിച്ചാൽ മതി, നമ്മളെ കാണുമ്പോൾ അവർക്കറിയാം. അങ്ങനെ അതിനൊരു അണ്ടർപാസ് ഒക്കെ ഉണ്ട്. ആ അണ്ടർപാസ് ഒക്കെ കണ്ടാൽ നമുക്ക് അതിശയം തോന്നും. എന്താ വെച്ചാൽ ഈ 2 സൈഡിലും കുറേ കടകളും ഇങ്ങനെ ഷോപ്പിംഗ് സെൻ്ററും ഒക്കെ ആയിട്ടുള്ള ഒരു അണ്ടർപാസ്. നമ്മുടെ നാട്ടിൽ പല അണ്ടർപാസുകളും വേസ്റ്റ് ഡംപ് ചെയ്യുകയും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ എമിനോനുന്ന് ട്രാം എടുത്തിട്ടാണ് നമ്മൾ സുൽത്താൻ അഹമ്മദ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. സുൽത്താൻ അഹമ്മദ് ആ ഒരു സ്റ്റോപ്പിലാണ് ഈ ഹയാ സോഫിയ. ഈ ഹയാ സോഫിയ എന്ന് പറഞ്ഞാൽ ഹാഗിയ സോഫിയ എന്നാണ് നമ്മൾ പുറത്തൊക്കെ പറയുന്നത്. പക്ഷെ അതിൻ്റെ ടർക്കിഷ് ഉച്ചാരണം ഹയാ സോഫിയാണ്. അപ്പോൾ ഹയാ സോഫിയയും ബ്ലൂ മോസ്കും 2 അറ്റത്തായിട്ടാണ്. ഒരു നടുവിലൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഈ ഹയാ സോഫിയ AD 537 ഒക്കെ ഉണ്ടാക്കിയതാണ്. അന്ന് അതൊരു ഓർത്തഡോക്സ് ചർച്ചായിരുന്നു. അതിൽ കുറേ നാൾ കഴിഞ്ഞ് അത് റോമൻസ് എടുത്തു. പിന്നെ അത് കാത്തലിക് ചർച്ചായി മാറി. പിന്നീട് ഒട്ടോമൻ സുൽത്താൻമാരുടെ കാലത്ത് അത് ഒരു മുസ്ലിം ദേവാലയമായിരുന്നു. പിന്നീട് അത്താതുർക്ക് എന്ന് പറഞ്ഞാൽ മുസ്തഫ കമാൽ പാഷ, തുർക്കിയുടെ രാഷ്ട്രപിതാവും ആദ്യത്തെ പ്രസിഡന്റുമായിരുന്നു. നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഒക്കെ പോലെ തുർക്കിയിലെ ആളാണ് അത്താതുർക്ക്. അപ്പോൾ അദ്ദേഹം തുർക്കി ഒരു സെക്യുലർ കൺട്രി ആയിട്ടാണ് വിഭാവനം ചെയ്തും ഡെവലപ്പ് ചെയ്തതും. അങ്ങനത്തെ ചേഞ്ചസ് അവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഈ ഹയാ സോഫിയ ഒരു മ്യൂസിയം ആയിരുന്നു ആ കാലത്ത്. ഇപ്പോൾ വീണ്ടും എർദോഗാൻ പ്രസിഡൻ്റായി. എർദോഗാൻ കുറച്ച് ഫണ്ടമെൻ്റലിസ്റ്റ് ആയിട്ടുള്ള ആളാണ്, അതുപോലെയുള്ള ആശയങ്ങളാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് വീണ്ടും ഒരു മുസ്ലിം ദേവാലയമായിട്ട് മാറ്റി. അത് കഴിഞ്ഞാൽ ഈ സുൽത്താൻ അഹമ്മദ് എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റോപ്പിൽ തന്നെ കുറച്ച് അപ്പുറത്തേക്ക് മാറിയാൽ നമുക്ക് ബ്ലൂ മോസ്കിൽ പോവാം. അതിൻ്റെ അങ്ങോട്ട് എൻട്രൻസ് ഇങ്ങനെ ഒരു കമ്പിയൊക്കെ ഇട്ട് ഒരു ചങ്ങല പോലെ ഇട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത മാതിരിയാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പണ്ട് രാജാക്കന്മാർ കുതിരപ്പുറത്തൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഇത് നൂണ്ട് കയറാൻ വേണ്ടിയിട്ടാണ് അത്ര. ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുമ്പം ഒന്ന് കുനിഞ്ഞു വരണം എന്നുള്ള അങ്ങനത്തെ ഒരു ആശയത്തിലാണ് അതങ്ങനെ വെച്ചിരിക്കുന്നതെന്നൊക്കെ അവിടെ ഒരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു മദ്രസ, ഒരു ഹോസ്പിറ്റൽ, ഇങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബ്ലൂ മോസ്കിൻ്റെ അകത്ത് കയറുമ്പോഴും ഇതുപോലെ ആ സമയത്ത് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ പ്രെയർ ടൈം ആണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥിക്കാനുള്ളവർക്ക് മാത്രമേ അന്നേരം പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കാനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ വേറെ ഒരു കുറേ ആൾക്കാരുണ്ട് അവിടെ, ബിസിനസ് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ പറയും മോസ്ക് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്, നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങളെ ബസാറിലേക്കൊക്കെ കൊണ്ടുപോകും. അങ്ങനെ വലിയൊരു ബസാറുണ്ട്, എന്താ മിസിർ ബസാർ എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ ബസാറാണ്, അവിടെ അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാനൊക്കെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയാൽ മതി. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പള്ളിയിലേക്ക് പ്രയറിന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പള്ളിയുടെ അകത്ത് കയറി. പക്ഷേ നിർഭാഗ്യവശാൽ പള്ളിയുടെ അകത്തെ അതിൻ്റെ ഉള്ളിലെ കാഴ്ചയാണ് രസം എന്ന് പറഞ്ഞാൽ ഈ ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ള ഈ ടർക്കോയിസ് ഇതിലുള്ള അതിവിശിഷ്ടമായിട്ട് ടൈലുകളൊക്കെ കൊണ്ടാണ് പള്ളിയുടെ ഉൾവശം ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്, നീല കളറിൽ. അതുകൊണ്ടൊക്കെയാണ് അതിന് ഈ ബ്ലൂ മോസ്ക് എന്നുള്ള പേര് തന്നെ വന്നത്. അപ്പോൾ ഈ ബ്ലൂ മോസ്കിൻ്റെ ഉള്ളിൽ റിപ്പയറാണ്. അതിൽ മുഴുവനും ഈ തുണിയെല്ലാം കെട്ടി മറച്ചിരിക്കുകയാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ പ്രെയർ ടൈം ആയിരുന്നു, ഞങ്ങൾ കുറച്ച് സമയം അതിനകത്ത് സ്പെൻഡ് ചെയ്തു. അങ്ങനെ അന്നത്തെ ദിവസം അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടു തിരിച്ച് വന്നു. അപ്പം നമ്മൾ ബസ് കയറാനും ഇറങ്ങാനും അതൊക്കെ പഠിച്ചു. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ
9955444222. പിറ്റേ ദിവസവും ഞങ്ങൾ ആ ഏരിയയിലേക്ക് തന്നെയൊക്കെ പോയി. പക്ഷേ അവിടെ അടുത്ത് തോപ്കാപ്പി മ്യൂസിയം ഉണ്ട്, അതായത് ഒട്ടോമൻ സുൽത്താൻമാരുടെ രാജകൊട്ടാരം. അത് കാണുക എന്ന് പറഞ്ഞാൽ, പക്ഷെ അതൊരു മ്യൂസിയം കാണലൊരു വലിയൊരു കുറേ സമയം വേണം, ഒരു ഫുൾ ഡേ ഒക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത് നമുക്ക് ഇനി തിരിച്ച് രണ്ടാമത് ഇസ്താംബൂളിലേക്ക് വരുമ്പോൾ കാണാമെന്ന് വിചാരിച്ച് അതവിടെ വെച്ചു. പിന്നെ അവിടെ മാർക്കറ്റ് അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. പിന്നെ ബോസ്ഫറസ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ബോസ്ഫറസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം തൊട്ടേ കേട്ടിട്ടുണ്ടല്ലോ, ടർക്കിയുടെ യൂറോപ്യൻ സൈഡും ഏഷ്യൻ സൈഡും കൂടെ ഡിവൈഡ് ചെയ്തതാണ് ബോസ്ഫറസ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ഞങ്ങൾ ചെന്നിറങ്ങിയ എയർപോർട്ടും നമ്മൾ താമസിച്ച ആ സ്ഥലത്തിൻ്റെ പേര് ബേഗുലു എന്നാണ്. ബേഗുലു എന്ന് പറഞ്ഞ ആ സ്ഥലമൊക്കെ യൂറോപ്യൻ സൈഡിലാണ്. അപ്പം അതിൽ നിന്ന് നമ്മൾ അപ്പോൾ അവിടുത്തെ ഒരു ഭൂപ്രകൃതി എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തുനിന്നും ഇങ്ങനെ ഇറങ്ങി താഴോട്ട്, അപ്പോൾ ഈ ബോസ്ഫറസിലേക്കാണ് ഈ തെരുവുകളെല്ലാം പോകുന്നത്. അതാണ് അവിടുത്തെ ഒരു രസമുള്ളൊരു ഇത്. നമ്മൾ ഏത് റോഡിൽ കൂടെയൊക്കെ ഇറങ്ങിയാണെങ്കിൽ ബോസ്ഫറസിൻ്റെ കരയിലേക്ക് എത്തുക. അവിടെ കുറേ ബോട്ട് ജെട്ടികളുണ്ട്. ഇപ്പോൾ ഈ എമിനോനു എന്ന് പറഞ്ഞാൽ അതൊരു ബോട്ട് ജെട്ടിയാണ്. പിന്നെ കരക്കോയി, അങ്ങനെ കുറേ ജെട്ടികളുണ്ട് പല സ്ഥലങ്ങളിലുണ്ട്. അപ്പം അക്കരയ്ക്ക് കടക്കാൻ ഈ ബോട്ട് ജെട്ടികളിൽ കൂടെ നമുക്ക് ബോട്ടിൽ കയറാം. അതല്ലെങ്കിൽ പല പാലങ്ങളുണ്ട്, ഒരു 3-4 പാലം നമ്മളവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ ഗലാട്ട ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജുണ്ട്, പിന്നെ കടിക്കോയി ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജുണ്ട്. അപ്പോൾ അതിലൊരു പാലത്തിൽ റോഡ് ഇങ്ങനെ പോകുന്നു, അടിയിൽ കൂടെ ബോട്ട് പോകുന്നു, മേലെ കൂടെ മെട്രോ പോകുന്നു, അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു പാലമുണ്ട്. പിന്നെ ഈ ഗലാട്ട ബ്രിഡ്ജിൽ കൂടെ ഒക്കെ നമ്മൾ മെട്രോയിലോ എന്തെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ അതിൽ കൂടെ മുഴുവൻ ആൾക്കാർ നിന്ന് ബോസ്ഫറസിലേക്ക് ചൂണ്ടയിടുന്നത് കാണാം. അപ്പോൾ ഈ ബോസ്ഫറസിൻ്റെ കാര്യം പറഞ്ഞാൽ ഏഷ്യയും യൂറോപ്പും ഭൂഖണ്ഡങ്ങളുടെ ഇടയിൽ സീ ഓഫ് മാർമാറ ഉണ്ട്, മർമാര കടൽ. അത് ഇതിൻ്റെ നടുക്കാണ് കിടക്കുന്നത്. ഈ മർമാര കടൽ ഒരു ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലിലോട്ടും ഒരു ഭാഗത്ത് ബ്ലാക്ക് സീയിലേക്കുമാണ് പോകുന്നത്. അപ്പോൾ ഈ രണ്ട് ഭാഗത്ത് 2 കനാലുകളുണ്ട്. ഒരു കനാലാണ് ബോസ്ഫറസ് കനാൽ, അതായത് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഓഫ് ബോസ്ഫറസ് എന്ന് കടലിടുക്ക് എന്നാണ് പറയുന്നത്. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ സ്ട്രെയിറ്റ് ഓഫ് ഡാർഡനൽസ് എന്ന് പറയും. അത് നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല, നമ്മൾ ഈ ബോസ്ഫറസിൻ്റെ ഭാഗത്താണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾ എവിടെയോ പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരികയാണ്. അപ്പോൾ ആ സമയത്ത് ഈ ഒരു ബസ്സിൽ കയറി. അപ്പോൾ എനിക്കറിയാം ഇത് ബസിക്താസ് എന്തോ അങ്ങനെ എന്തോ കുറേ പേരുകളുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങിയാലാണ് ഞങ്ങളുടെ റൂമിലേക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്കുള്ള ബസ്സിൽ കയറി. ആ ബസ്സാണെന്ന് വിചാരിച്ച് കയറി. പക്ഷേ ആ ബസ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, ഭയങ്കര തിരക്കും, ഇങ്ങനെ അനങ്ങാൻ പറ്റാതെ ടൈറ്റ്ലി പാക്ഡ്. അപ്പോൾ പോയിട്ട് 1 മണിക്കൂറൊന്നും ആയിട്ടും ഈ സ്ഥലം എത്തുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഒരു പയ്യൻ, എല്ലാവരും അവരവരുടെ മൊബൈലിൽ നോക്കുന്നു, എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ ആരോടും ഒന്നും ചോദിക്കാൻ നിവൃത്തിയില്ല. ഇവർക്ക് ഇംഗ്ലീഷ് അറിയോ, പിന്നെ നമ്മൾ ട്രാൻസ്ലേറ്റ് ഒക്കെ എടുത്തിട്ട് വേണം. അപ്പോൾ ഒരു പയ്യനിങ്ങനെ ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ട് കേട്ടോണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവൻ എന്തെങ്കിലും ഇത്തിരി അറിയായിരിക്കും എന്ന് വെച്ചിട്ട് അവനെ പതുക്കെ തോണ്ടി. അപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ യു ആർ ഗോയിങ് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അമളി പറ്റിയത്. അതെന്താ വെച്ചാൽ അവിടെ റോഡ് ഒരു ബ്ലോക്ക് ഉണ്ട്, മീറ്റിങ്ങോ അങ്ങനെ എന്തോ, അതുകൊണ്ട് ഈ വണ്ടി തിരിച്ചു വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആൾക്കാർക്കൊക്കെ അറിയാം വേറെ സ്ഥലങ്ങളിൽ ഇറങ്ങി അവരുടെ വീട്ടിൽ പോകാൻ അറിയാം, നമുക്കതറിയില്ലല്ലോ. അപ്പോൾ ഇവൻ പറഞ്ഞു നിങ്ങൾ ഇവിടെയെങ്കിലും ഇറങ്ങണം, ഇല്ലെങ്കിൽ കുടുങ്ങിപ്പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം ഞങ്ങൾ പറഞ്ഞു ഒന്ന് നിർത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവനും വേറൊരാളും കൂടെ ഇടിച്ച് ഇങ്ങനെ ഒരു വഴി ഉണ്ടാക്കി ഡ്രൈവറുടെ അടുത്ത് വന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇവർക്കൊന്ന് ഇറങ്ങണം, ഇവർ വേറെ നാട്ടുകാർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡ്രൈവർ കുറേ ചീത്തയൊക്കെ പറഞ്ഞിട്ട് എവിടെയോ ഒരു സ്ഥലത്ത് നിർത്തി തന്നു. അപ്പോൾ അവൻ പറഞ്ഞു അതാ മെട്രോയാണ്, നിങ്ങൾക്ക് അങ്ങനെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ പോയി. അവിടുത്തെ ഒരു പോലീസുകാരൻ പറഞ്ഞു നിങ്ങൾ ഈ മെട്രോയിൽ പോയാൽ നിങ്ങളിപ്പോഴൊന്നും എത്തൂല. അപ്പം നമുക്കൊരു അടയാള സ്ഥലം വേണമല്ലോ, നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അതിന് ഞങ്ങൾ ബേഗുലു എന്നൊന്നും പറയില്ല, തക്സിം സ്ക്വയറാണ് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു സ്ക്വയർ. അവിടെ ഒരു പള്ളിയും വലിയൊരു മൈതാനവും ഒരു യുദ്ധസ്മാരകവും ഒക്കെ ഉണ്ട്. നല്ല രസികനൊരു സ്ഥലമാണ്. അപ്പോൾ തക്സിം സ്ക്വയർ എന്നല്ല, അവർ പറയാം തക്സിം മെയ്ദാൻ എന്നാണ്. അപ്പം മൈതാനം. അപ്പം ഈ തക്സിം മൈതാനിലേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പോലീസുകാരൻ പറഞ്ഞു ഈ മെട്രോയിലൊക്കെ പോയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, നോ എന്നാണ് പറയുന്നത്. ബാക്കി വിശദീകരണം മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരാളിങ്ങനെ തിരക്കിട്ട് ട്രെയിൻ കയറാൻ ഓടുന്നുണ്ടായിരുന്നു. ഒരു യുവാവാണ്, അധികം പ്രായമില്ലാത്ത ഒരാൾ.
അപ്പോൾ അയാൾ എന്തോ പൊടി ഇംഗ്ലീഷൊക്കെ അറിയാം പുള്ളിക്ക്. അപ്പോൾ അയാൾ ചോദിച്ചു ഇങ്ങനെ ഞങ്ങൾക്ക് തക്സി മൈതാൻ. അപ്പോൾ പറഞ്ഞു അയ്യോ നിങ്ങൾ ഇതിലേ പോയാൽ ശരിയാവില്ല, അപ്പോൾ കയറിയിട്ട് ബസ്സിന് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ആ ട്രെയിനിന് പോകാൻ നിന്ന ആൾ ഞങ്ങളുടെ കൂടെ കയറി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ ഞങ്ങൾ കയറിപ്പോക്കോളാം. ഇല്ല ബസ് സ്റ്റോപ്പിൽ വന്നു. ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് അവിടെ നിർത്തി ഞങ്ങളെ ബസ്സിൽ കയറ്റി വിട്ടു. അങ്ങനെ ഇരുന്നപ്പോൾ ഈ ബസ് പെട്ടെന്ന് അവിടെ നിർത്തി. നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ബസ്സിൻ്റെ എന്തോ ഒരു തകരം പോലത്തെ ഒരു സാധനം ഇളകിപ്പോന്നാണ്. എന്നിട്ട് ഈ ബസ് ഇങ്ങനെ നന്നാക്കാൻ ശ്രമിക്കുകയാണ്, എല്ലാവരും കൂടി ഇത് ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പം ബസ്സും കൂടെ അതിൻ്റെ കൂടെ പോയി നിന്നിട്ട് പിടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്തു, പക്ഷേ അത് ശരിയായില്ല. അപ്പോൾ ഈ ഡ്രൈവർ അവസാനം മതി ഇനി നമുക്ക് ഊപ്പരത് ആ സാധനം എടുത്തിട്ട് അകത്ത് ചാരി വെച്ചു, ഈ വണ്ടിയുടെ അകത്ത് ചാരി വെച്ച് പോകാതെ പറഞ്ഞു. അങ്ങനെ ഈ സാധനം പിടിപ്പിക്കാതെ തന്നെ ബസ് ഇങ്ങനെ ഈ അതിൻ്റെ എൻജിനൊക്കെ പുറത്ത് കാണിച്ചുകൊണ്ട് അങ്ങനത്തെ ഒരു പോവാണ്. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് ഇറങ്ങാനുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരാളോട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞു നമ്മളിങ്ങനെ തക്സിം മൈതാനിലേക്കാണ്. അപ്പോൾ അയാൾ പറഞ്ഞു ഒമർ ഖയാം സ്റ്റോപ്പ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഒമർ ഖയാം സ്റ്റോപ്പിൽ കൂടെ ആണോ ഈ വണ്ടി പോകുന്നത്? ഓ അതേന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ ഈ തലേ ദിവസം പോയപ്പോൾ വേറൊരു വഴി തിരിയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ഇറങ്ങിയാൽ എനിക്ക് റൂമിലേക്ക് പോകാൻ ഒന്നും കൂടെ എളുപ്പമാണ്. അപ്പം ഞാൻ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എണീറ്റു. അപ്പോൾ ഇയാൾ എന്നെ അവിടെ ഇരുന്ന് കഴിച്ചു ഇവിടെ ഇറങ്ങരുതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മൈൻഡ് ചെയ്തില്ല, ഞാനിങ്ങനെ മുമ്പോട്ട് നീങ്ങുകയാണ്. ഉടനെ ഇയാൾ പറഞ്ഞു ഡ്രൈവറോട് പോയി പറഞ്ഞു ഇവരെ ഇവിടെ ഇറക്കരുത്, ഇവർ ഒമർ ഖയാമിലാണ് ഇറങ്ങേണ്ടത്, അവിടെ വണ്ടി നിർത്തരുതെന്ന്, ഇവർക്ക് തെറ്റിപ്പോകുമെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ഇയാൾ പറയണത്. ഇവിടെ അല്ല, നിങ്ങളുടെ സ്ഥലം ഇവിടെ അല്ല എന്ന് പറയണത്. അപ്പോൾ എനിക്ക് പിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ, എൻ്റെ റൂം ഇവിടെ അടുത്താണ്, എനിക്ക് അതിലും കുറച്ചും കൂടെ എളുപ്പം ഇതാണെന്ന് എനിക്ക് മനസ്സിലായതാണ്. ഞാൻ തലേദിവസം അവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇയാൾ എന്നെ വിട്ടില്ല. ഇതാണ് സഹായിക്കാൻ അങ്ങോട്ട് മൂപ്പര് ഉദ്ദേശിച്ചിറങ്ങിയിരിക്കുകയാണ്. പിന്നെ നമ്മളെ വഴി തെറ്റാൻ അയാൾ സമ്മതിക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഇത് കഴിഞ്ഞ് ഒരു 3 ദിവസമാണ് നമ്മളവിടെ നിന്നത്. അതിനുശേഷം നമ്മൾ അടുത്ത ഇസ്മീറിലേക്ക് പോവാണ്. അങ്ങനെ യാവൂസ് പറഞ്ഞു ഞാനൊരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ ആദ്യമായിട്ട് പോവല്ലേ, അപ്പോൾ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ ഒരു കരക്കോയി എന്ന് പറഞ്ഞിട്ടൊരു ബസ് സ്റ്റോപ്പ് അല്ല, ഒരു ബസ് സ്റ്റാൻഡുണ്ട്. അവിടെ നിന്നാണ് ഈ ഇസ്മീറിനുള്ള ബസ് പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. എന്നിട്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ OTP വരുന്ന പ്രശ്നം അങ്ങനെ എന്തോ ആയിട്ട് ക്രെഡിറ്റ് കാർഡ് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആവൂസ് ഞങ്ങൾക്ക് വേറൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അയാൾക്ക് ഞങ്ങൾ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അയാൾ ഞങ്ങൾക്ക് ക്യാഷ് തന്നു. അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്തു. എന്നിട്ട് ഈ ടിക്കറ്റ് നമ്മൾ ഈ സ്ഥലത്തേക്ക് പോകുന്ന ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ യാവൂസ് ഞങ്ങളെ വെളുപ്പിനെ ആ സ്റ്റോപ്പിൽ തക്സിം സ്ക്വയറിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ഈ ബസ് സ്റ്റാൻഡിലേക്കുള്ള ഒരു ഫീഡർ സർവീസാണ്, അതൊക്കെ ഫ്രീ ആണ്, ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. അങ്ങനെ അവിടെ കൊണ്ടുപോയി ഞങ്ങൾ ആ ബസ്, ഇപ്പോൾ കാമിൽ കോച്ച് എന്ന് പറഞ്ഞ ഒരു ബസ് കമ്പനിയാണ്. അങ്ങനെ ബസ്സൊക്കെ വന്നു. ഈ ബസ് സ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നാട്ടിലെ ബസ് സ്റ്റാൻഡ് പോലെയൊന്നും അല്ല കേട്ടോ, ഒരു ചെറിയ എയർപോർട്ട് പോലെയൊക്കെ തന്നെയുള്ള സൗകര്യങ്ങളുണ്ട് ബസ് സ്റ്റാൻഡിൽ. നിറയെ ഇങ്ങനെ കൗണ്ടറുകൾ എല്ലാ ബസ് കമ്പനികളുടെയും. അപ്പം നമുക്ക് മനസ്സിലായി ശരിക്കും ബുക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അവിടെ പോയും ടിക്കറ്റ് എടുക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ഇസ്മീറിനുള്ള ബസ്സിൽ കയറി. ഒരു 500ഓളം കിലോമീറ്ററാണ് ഇസ്മീർ. അപ്പോൾ നമ്മൾ രാവിലെ 8 മണിക്കൊക്കെ പോയാൽ വൈകുന്നേരം 4 മണിയൊക്കെയാണ് എത്തുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഈ ബസ്സിൽ കയറുമ്പോൾ ഉള്ളൊരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ പോലത്തെ ലോങ് റൂട്ട് ബസ്സുകൾ ആണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബസ്സുമാണ്. ഏകദേശം നമ്മുടെ ഈ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലൊക്കെ ഉള്ള പോലെ നമുക്ക് സിനിമ കാണാനും ഇതൊക്കെയുള്ള സൗകര്യമുണ്ട്. പിന്നെ റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ തരും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിനൊരു ഡെപ്യൂട്ടി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാഫുണ്ട്. നമ്മുടെ കിളി ഒക്കെ തന്നെ കുറച്ച് ഇതിൽ പറയുന്നതാണ്. ഡെപ്യൂട്ടി എന്നാണ് ഇയാളുടെ പേര്. അപ്പോൾ ഈ ഡെപ്യൂട്ടി മിക്കവാറും യങ്സ്റ്റേഴ്സ് ആയിരിക്കും, പയ്യന്മാരായിരിക്കും, ഒരു 10, 20, 25 ആ റേഞ്ചിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഇതിലുള്ള ഡെപ്യൂട്ടീൻ്റെ പേര് എന്തോ ഖുറാൻ എന്നായിരുന്നു അവൻ്റെ പേര്. അപ്പോൾ ആ പേര് കേട്ടിട്ട് തന്നെ ഞങ്ങളിങ്ങനെ തമ്മിൽ ചിരിക്കുകയോ ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇവനും ഞങ്ങൾക്ക് ഇതൊന്നും അവൻ്റെ ഭാഷ അറിയില്ലല്ലോ. അപ്പോൾ ഇവൻ എന്താ വെച്ചാൽ ഞങ്ങളെ ബച്ചുവിനെ ഇവൻ ബ്രോ എന്നാണ് വിളിക്കുന്നത്. അവനതാണ് ഇംഗ്ലീഷ് അറിയുന്നത്. അപ്പോൾ ഇവൻ എല്ലായിടത്തും ഞങ്ങളെ എവിടെയെങ്കിലുമൊക്കെ പോയാലും നിങ്ങൾ ഇതിലേ പോയിട്ട് കാപ്പി കുടിക്കൂ, ഇവിടെയാണ് ടോയ്ലറ്റ്, ഇങ്ങനെ കാണിച്ചൊക്കെ തരുന്നുണ്ടായിരുന്നു. നമുക്കിത് അറിയാത്ത ആൾക്കാരാണല്ലോ.
അപ്പോൾ ബുർസ എന്ന് പറഞ്ഞൊരു ടൗണ്, അതൊക്കെ കൂടെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. അങ്ങനെ ഈ ഡെപ്യൂട്ടി ഞങ്ങൾക്ക് ഊണ് കഴിക്കുന്ന സ്ഥലത്തുമൊക്കെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ വൈകുന്നേരം നമ്മൾ ഇസ്മീറിലെത്തി. അപ്പോൾ ഇസ്മീറിലെത്തിക്കഴിഞ്ഞാലും നമുക്ക് പിന്നെ നമ്മൾ അവിടെ ഒരു എയർബിഎൻബിയുടെ ഒരു റൂമാണ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ നമുക്ക് വേറൊരു ബസ്സിൽ കയറണം. അപ്പോൾ ആ ബസ്സിലൊക്കെ ഇവൻ ഞങ്ങളെ കയറ്റി ചെയ്തിട്ട് അവസാനം ഇവൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ടർക്കിഷിൽ. എന്നിട്ട് ഇംഗ്ലീഷ് എന്നൊക്കെ കേൾക്കുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അവസാനം ഇവൻ പറഞ്ഞു ഐ ലവ് യു എന്ന് പറഞ്ഞു ഞങ്ങളോട്. കാരണം അവന് ഇംഗ്ലീഷിൽ അതാണ് അറിയാവുന്നത്. ഈ ബ്രോ എന്നുള്ളതും ഐ ലവ് യു ആണ് അവനറിയാവുന്നത്. അപ്പം അവന് തെശക്കുലർ എന്ന് പറഞ്ഞു. തെശക്കുലർ എന്ന് പറഞ്ഞാൽ താങ്ക് യു എന്ന്. അതൊക്കെ പറഞ്ഞ് അവനെ ബൊച്ചോ അവനൊന്ന് കെട്ടിപ്പിടിച്ചൊക്കെ ഭയങ്കര സ്നേഹം തോന്നി. അങ്ങനെ ഞങ്ങൾ അടുത്ത ബസ്സിൽ കയറി ഈ സ്ഥലത്ത് പോന്നു. അപ്പം നമ്മൾ ഇസ്മീർ നഗരത്തിലേക്ക് ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ ഇസ്മീറിനെ പറ്റി വായിച്ചപ്പോൾ ഇസ്മീർ ഒരു ഭയങ്കര ചരിത്രമുള്ള ഒരു നഗരമാണ്. ഒരു 5000 കൊല്ലത്തെയൊക്കെ ചരിത്രമാണ്. ഈ ഏജിയൻ കടലിൻ്റെ അരികത്തുള്ള ഒരു പുരാതന നഗരമാണ് ഇസ്മീർ. അപ്പോൾ ഇസ്മീറിൻ്റെ 2 സൈഡിലും നോക്കുമ്പോൾ ഇങ്ങനെ വലിയ വലിയ ഓറഞ്ച് മരങ്ങളാണ്. അതിൽ നമുക്ക് ഇമാജിൻ ചെയ്യാത്തത്ര ഭംഗിയും വലിപ്പവും ഒക്കെയുള്ള ഓറഞ്ചുകൾ ഇങ്ങനെ കിടക്കാം. അപ്പോൾ നമ്മളിങ്ങനെ മതിമറന്നിരിക്കുക ആ കാഴ്ചകൾ അങ്ങനെ കണ്ടിട്ട്. അപ്പോൾ ബസ്സിൽ പക്ഷേ ഇറങ്ങണമല്ലോ, ഹത്തേ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ ഈ അടുത്തിരുന്ന ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇങ്ങനെ ആണെന്ന്. ഡ്രൈവറോട് ചോദിച്ചപ്പോൾ അയാൾ വേറെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അഡ്രസ്സ് മറ്റേ എയർബിഎൻബിയുടെ ഇതിൽ നിന്ന് അഡ്രസ്സ് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവരെല്ലാവരും കൂടെ പറഞ്ഞു ശരി, എല്ലാവരും കൂടെ ഒരു തീരുമാനത്തിലെത്തി ഞങ്ങളൊരു സ്റ്റോപ്പിൽ ഇറക്കി.